കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ഇന്ന് രാവിലെ പ്രഭാത സന്ദേശവുമായി ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം ചിന്തിക്കാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തി. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്നപ്പോൾ അവയിലൊന്നും ക്ഷീണിച്ചു പോകാൻ അനുവദിക്കാതെ നമ്മെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് വയ്ക്കുന്നത് പോലെ, ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈക്ക് പിടിക്കുന്നത് പോലെ ദൈവം നമ്മെ കൈക്ക് പിടിച്ചു, ചേർത്ത് വെച്ചു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും നമ്മുടെ മുമ്പിൽ വരാഞ്ഞിട്ടല്ല, അതൊക്കെ വന്നിട്ടും ക്ഷീണിച്ചും തകർന്നും പോകാതെ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച, ബലപ്പെടുത്തിയ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം. അതേ പ്രിയരെ, നിങ്ങളെ ആ സ്നേഹത്തിൽ ഇന്നും യേശു സ്നേഹിക്കുന്നു, കരുതുന്നു. ആ കരുതൽ അനുഭവിപ്പാൻ യേശുവിനായി ജീവിതം സമർപ്പിക്കുക. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയവ ഇന്ന് രാവിലെയും ചെയ്യും. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വേദവാക്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. വളരെ സുപരിചിതമായ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരനുഗ്രഹിക്കപ്പെട്ട വാക്യം. പിതാവിൻ്റെ ആ സ്നേഹം, നമ്മോടുള്ള സ്നേഹം, ഈ ലോകത്തോടുള്ള സ്നേഹം അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ, തൻ്റെ ഏകജാതൻ എന്ന് പറയുമ്പോൾ പിതാവാം ദൈവത്തിൻ്റെ പുത്രനായ, ഏകജാതനായ പുത്രനിൽ എന്താണ്? വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല? നശിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഒന്ന്, നശിച്ചു പോകുകയില്ല. രണ്ട്, നിത്യജീവൻ ലഭിക്കും, പ്രാപിക്കും. നോക്കിക്കേ, പുത്രനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ലോകത്തിൽ കിടന്ന് നമ്മൾ, പാപത്തിൽ കിടന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മൾ വിടുതൽ പ്രാപിക്കാൻ ദൈവം നമുക്ക് നൽകിയ രണ്ട് അനുഗ്രഹങ്ങൾ ഈ വാക്യത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്ന്, നശിച്ചു പോകുകയില്ല. നശിപ്പിക്കുവാൻ പിശാച് തൻ്റെ തന്ത്രം മെനഞ്ഞുകൊണ്ട് വരികയാണ്. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളെ നശിപ്പിക്കുന്നു, കുരുടാക്കുന്നു, പാപത്തിലേക്ക് തള്ളിവിടുന്നു. അവൻ അറുക്കുവാനും മുടിക്കുവാനും വരുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലോകത്തിലെ ദൈവം അറുക്കുവാൻ വരുന്നവനാണ്, മുടിക്കുവാൻ വരുന്നവനാണ്, നശിപ്പിക്കാൻ വരുന്നവനാണ്. എന്നാൽ യേശു സമൃദ്ധിയായ ജീവൻ നൽകാൻ വരുന്നവനാണ്. എന്നാൽ ഈ യേശുവിനെ താങ്കൾ വിശ്വസിച്ചാൽ, ഞാനത് വിശ്വസിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ പിശാച് ഒരുക്കി വെച്ച കെണികളുണ്ടല്ലോ, കയറുകളുണ്ടല്ലോ, കുരുക്കുകളുണ്ടല്ലോ, തൊടത്തില്ല. ഞാൻ നശിക്കത്തില്ല. കാരണം ഞാൻ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തെ അല്ല. ഞാൻ വിശ്വസിക്കുന്നത് കല്ലിനെ, മണ്ണിനെ, തുരുമ്പിനെ, ഇരുമ്പിനെ അല്ല. ഞാൻ വിശ്വസിക്കുന്നത് മൂകാത്മാവിനെ അല്ല, ആത്മാവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ത്രിയേക സത്യത്തിൽ വിശ്വസിക്കുന്ന എന്നെ, ക്രിസ്തുവിൽ ആയിത്തീർന്ന എന്നെ നശിപ്പിക്കുവാൻ, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ, എൻ്റെ ജോലിയെ നശിപ്പിക്കാൻ, എൻ്റെ ഭാവിയെ നശിപ്പിക്കാൻ, എൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? നശിച്ചു പോവുകയില്ല. അടുത്തത്, എനിക്ക് നിത്യജീവനുണ്ട്. ഇവിടം കൊണ്ട് ഏറെയായാൽ 80 വയസ്സുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൈവം അനുവദിച്ചാൽ 90, 100, അവിടം കൊണ്ട് ഞാൻ തീരുന്നില്ല. എൻ്റെ മരണം എന്നാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ മരിക്കുന്നൊരു ദിവസമുണ്ട്. അവിടം കൊണ്ട് എൻ്റെ ജീവിതം തീരുകയില്ല.
കാരണം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ആയതുകൊണ്ട് എനിക്ക് യേശുവിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. എൻ്റെ യേശു മരിച്ചിട്ടില്ല, ഇന്നും ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ ആയതുകൊണ്ട് യേശു ജീവിക്കുന്നത് പോലെ ഞാനും ജീവിക്കും. യേശുവിൻ്റെ ജീവൻ 6 മാസം 10 വർഷം 1 കോടി വർഷമല്ല, നിത്യമായ ജീവനാണ്. അതുകൊണ്ട് എനിക്കും എന്തുണ്ട്? നിത്യജീവനുണ്ട്. അപ്പൊ 2 അനുഗ്രഹങ്ങളാണ് യേശുവിൽ വിശ്വസിച്ചാൽ ഉള്ള അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. 1, നശിച്ചു പോകാത്ത ജീവിതം. 2, നിത്യമായ ജീവിതം. ഈ 2 അനുഗ്രഹം എനിക്ക് നൽകാനാണ് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചത്. പ്രിയരെ, ഈ ലോകത്തിലേക്ക് യേശു വന്നത് ഈ 2 അനുഗ്രഹം തരാൻ വേണ്ടിയാണ്. പള്ളി ഉണ്ടാക്കാൻ, ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ, നേതാക്കന്മാരെ ഉണ്ടാക്കാൻ അല്ല എൻ്റെ യേശു വന്നത്. ആമേൻ. എൻ്റെ യേശു വന്നത് മതമുണ്ടാക്കാൻ വേണ്ടിയല്ല, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല എൻ്റെ യേശു വന്നത്. എൻ്റെ യേശു ഈ ലോകത്തിൽ വന്നത് എനിക്ക് നിത്യജീവൻ തരാനാണ്, എനിക്ക് നശിച്ചു പോകാത്ത ഒരു ജീവിതം തരാനാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത്, കോട്ടയത്തടുത്ത് ചിങ്ങമനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയി. ഒരു സഹോദരനും സഹോദരിയും കൂടെ എൻ്റെ അടുക്കൽ കടന്നു വന്നു. ആ സഹോദരി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അച്ചായന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നോക്കുമ്പോൾ സ്കെയ്റ്റായ ഒരു മനുഷ്യൻ, ഒത്തിരി ക്ഷീണിതനാണ്. ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ വിഷയം? എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കരളിന് പ്രയാസമുണ്ട്. അദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു, എന്നെ ഒത്തിരി തല്ലുമായിരുന്നു, വീട്ടിലൊരു സ്വസ്ഥതയില്ല, രാവിലെ വെള്ളത്തിന് പകരം മദ്യമാണ് കുടിക്കുന്നത്. തകർന്നൊരു ജീവിതമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ. ലാസ്റ്റ് എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ കുടുംബത്തിനോ ഒരു സമാധാനമില്ലായിരുന്നു. പലവട്ടം മരിക്കണമെന്ന് വരെ ഞാൻ തീരുമാനിച്ചതാണ്. അതുപോലെ ശല്യമായിരുന്നു ഈ മനുഷ്യനെയും കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെയുള്ള പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത്. ഇവിടുത്തെ ദൈവദാസൻ വാക്കുകൾ യേശുവിനെ പറ്റി പറഞ്ഞു തന്നു. അതെൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റം വരുത്തി. ദൈവദാസന്റെ ഓരോ വാക്കുകളും പ്രസംഗങ്ങളും വചനങ്ങളും എന്നെ ധൈര്യപ്പെടുത്തി. എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുമ്പോഴും എന്നെ വേദനിപ്പിക്കുമ്പോഴും മദ്യപിച്ച് ലക്ക് കെട്ടവനായി വീട്ടിൽ വരുമ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ പലരും എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ഓമനെ എന്നാണ് എൻ്റെ പേര്. എന്തിനാ ഓമനെ നീ ഇങ്ങനെ ജീവിക്കുന്നേ? നീ നിന്റെ കാര്യം നോക്കിപ്പോ, ഇനി അവനെ നന്നാക്കാൻ ആർക്കും പറ്റത്തില്ല എന്ന് പള്ളിയും സമൂഹവും പറഞ്ഞു തുടങ്ങി. അവസാനം എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, പപ്പായെ നമുക്ക് വേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോകാം മമ്മി എന്ന് പറഞ്ഞ് തകർന്നൊരു വീട്ടിലാണ് ഞങ്ങൾ ജീവിച്ചത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ തീരുമാനിച്ചു മരിക്കുക, എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക. ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് എന്നോട് ആരോ പറയുക, നീ മരിച്ചാൽ ഒരുപക്ഷെ നീ അങ്ങ് പോകും, നിന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ മരിക്കരുത് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ ഞാൻ മരിച്ചില്ല. അന്നു മുതൽ എൻ്റെ ഭർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഉപേക്ഷിക്കാൻ പറഞ്ഞു. എൻ്റെ ആങ്ങളമാർ പറഞ്ഞു, നീ ഇങ്ങ് പോര്, നിങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അറിഞ്ഞൊരു സത്യമുണ്ട്, ദൈവദാസനെ, യേശുവിന് എൻ്റെ ഭർത്താവിനെ വിടുവിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിച്ചു. അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. 1 വർഷം ഞാൻ അങ്ങനെ മുമ്പോട്ട് കടന്നുപോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഒരു രോഗിയായിട്ടാണ് വരുന്നത്, കരളിന് രോഗം ബാധിച്ചവനായിട്ട്. എന്നിട്ടും ഞാൻ ഉപേക്ഷിച്ചില്ല. ഇന്ന് ജോലി ചെയ്യാൻ വയ്യ, പക്ഷെ മദ്യപാനമില്ല. ഇന്ന് ആരോഗ്യം കുറവാണ്, പക്ഷെ താനൊരു ആത്മീകനാണ്. പ്രിയരെ, ആ സഹോദരിയുടെ പ്രാർത്ഥന, ആ സഹോദരിയുടെ വിശ്വാസം എന്നെ ഏറെ ബലപ്പെടുത്തി. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. പ്രിയപ്പെട്ടോട് ഞാൻ ഇന്ന് പകൽ പറയാം, നീ തകർന്നവനാണോ, നീ തകർന്നവളാണോ? കുടുംബജീവിതത്തിൽ, ഭർത്താവുമായുള്ള ബന്ധത്തിൽ, ഭാവിയുമായുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ഉടഞ്ഞ് തകർന്ന് ക്ഷീണിച്ചിരുന്ന ഈ ഓമനെ പോലെ ഒരു ജീവിതമാണോ നിന്റെ ജീവിതത്തിൽ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കോട്ടയം ചിങ്ങവനത്തുള്ള ഓമനയുടെ ജീവിതത്തിൽ ദൈവം വ്യത്യാസം വരുത്തി ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റി തന്നെ ഒരു ദൈവവേദലാക്കിയ യേശുവിനെ നീയും വിശ്വസിക്കുക, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക.
രണ്ട് കാര്യങ്ങൾ കിട്ടും. നിന്റെ കുടുംബം നശിക്കുകയില്ല, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. മദ്യപാനിയായ ഓമനയുടെ ഭർത്താവിന് യേശു നിത്യജീവൻ കൊടുത്തു. അവിടെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം കൂടെ കർത്താവ് കൊടുത്തു. അത് യേശുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ നീ വിശ്വസിക്ക്, നിന്റെ കുടുംബത്തിലും ഈ വിടുതൽ ഉണ്ടാകും. നിങ്ങളുടെ ഭർത്താവ് മനസാന്തരപ്പെടും, നിന്റെ കുഞ്ഞിൻ്റെ മദ്യപാനം മാറും. ആ വെറിക്കൂത്തിൽ നിന്ന്, ഹല്ലേലൂയ, ആ മയക്കുമരുന്നിൽ നിന്ന് നിന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടും, നിന്റെ ഭർത്താവ് വിടുവിക്കപ്പെടും. നഷ്ടപ്പെട്ടു പോയ സമാധാനമുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൽ നീ വിശ്വസിക്കുക, യേശുവിൽ കൂടെയുള്ള ജീവൻ നീ പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. നശിച്ചു പോകാത്തൊരു ജീവിതം, നശിച്ചു പോകാത്തൊരു നിത്യജീവൻ, നശിച്ചു പോകാത്തൊരു ആത്മചൈതന്യം യേശുവിൽ കൂടെ നിങ്ങൾക്ക് കിട്ടും. ഉറപ്പോടെ ഞാൻ പറയുകയാ, ഈ മകളെ ഓമനയെ വിടുവിച്ച യേശു നിങ്ങളെയും വിടുവിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സന്ദേശം ചില പ്രിയപ്പെട്ടവരുടെ മനസ്സിന് കുളിർമയായി, ആശ്വാസമായി, കർത്താവെ, മരിക്കുവാനായി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി കർത്താവ് തീർക്കണേ. ബന്ധനങ്ങളെ അഴിക്കണേ, പിശാചിന്റെ കെട്ടുകളെ പൊട്ടിക്കണേ, പൈശാചിക ശക്തികളെ മുറിച്ചു കളയണേ. കർത്താവ് ഈ കുടുംബത്തെ വിടുവിക്കണമേ. ഈ സന്ദേശം കേട്ട് എൻ്റെ കൂടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ മകൾക്ക് വേണ്ടി, ഈ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൽ കൂടെയുള്ള ആ സമാധാനവും നശിച്ചു പോകാത്ത ജീവിതവും നിത്യജീവനും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന്, ഇവരുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ നന്മയും ആരോഗ്യവും പണവും അഭിവൃദ്ധിയും മടങ്ങി വരേണ്ടതിന്, യേശുവിൽ ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൽ കൂടെയുള്ള ആ നശിച്ചു പോകാത്ത ജീവിതവും നിത്യജീവനും കരസ്ഥമാക്കാം. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. ഈ സഹോദരി ഓമനെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.